റിയൽമി 15 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പം വില ഇത്രയും കൂടും എന്ന് വിചാരിച്ചിട്ടില്ല. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരുന്നു. വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 15 Pro 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യം ചില നല്ല ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇപ്പം ഇതിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കോഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 2500 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 4608 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ വളരെ കൂടിയ 6500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പം 7000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും ഉണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇത്രയും കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും ഫോണിൻ്റെ വെയിറ്റ് 187 ഗ്രാമേ വരുന്നുള്ളൂ. ആ വെയിറ്റ് കുറച്ചതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ തിക്നെസ് 7.69 mm മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തിക്നെസ്സും കുറച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം. അതുപോലെ തന്നെ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇപ്പം ഈ ഒരു 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സറാണോ എന്ന് ചോദിച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെയാണെങ്കിൽ വളരെ മികച്ച പെർഫോമൻസ് ലഭിക്കും. ഇനിയിപ്പോൾ കമ്പാരിസണ് ഈ ഒരു പ്രോസസ്സർ എടുക്കണമെന്നില്ല. ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ കാണുന്ന സ്നാപ്ഡ്രാഗൺ 8S Gen 3, MediaTek Dimensity 8400 എന്നീ പ്രോസസ്സറുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 8S Gen 4 എന്ന പ്രോസസ്സർ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് ആ ഒരു 8S Gen 3 എന്ന പ്രോസസ്സറെങ്കിലും യൂസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ യൂസ് ചെയ്യായിരുന്നു. എന്തായാലും പ്രോസസ്സർ അത്ര മികച്ചതല്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ LPDDR5ൻ്റെ റാമൊക്കെയാണ് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊന്നും ഇവിടെ വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 14GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഏരിയ വരുന്നത് 7000 mm² ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫ്ലോയിങ് സിൽവർ, വെൽവെറ്റ് ഗ്രീൻ അതുപോലെ തന്നെ സിൽക്ക് പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇത് വരുന്നത്. ഇത് സോണി IMX896ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ്. പിന്നെ 50 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതിൽ 50 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ടെലിഫോട്ടോ ലെൻസോ പെരിസ്കോപ്പ് ലെൻസോ ഒന്നും വരുന്നില്ല. അത് ഇവിടെ മിസ്സിംഗ് ആണ്. ഇപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ശരിക്കും റിയൽമി 14 Pro എന്ന ഫോണിൻ്റെ ഒരു സക്സസറായിട്ട് വരുന്ന ഫോണല്ല. ശരിക്കും ഇത് റിയൽമി 14 Pro Plus എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് വരുന്ന ഒരു ഫോണാണ്. ഇപ്പം അതിൽ പെരിസ്കോപ്പ് ലെൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ശരിയാണ്, നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പക്ഷേ ടെലിഫോട്ടോ ലെൻസോ പെരിസ്കോപ്പ് ലെൻസോ ഇവിടെ മിസ്സിംഗ് ആണ്. അതൊരു ഡൗൺ ഗ്രേഡ് ആണ് ശരിക്കും.
ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് കൊടുത്തിട്ടില്ല. അത് വെച്ച് നോക്കുമ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് ക്യാമറയിൽ ഒരു ടെലിഫോട്ടോ ലെൻസോ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ലെൻസോ ആഡ് ചെയ്യായിരുന്നു, എന്നിട്ട് കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് എന്നെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും കാണുന്നത് പോലെ ടെലിഫോട്ടോ ലെൻസ് പോലും വരുന്നില്ല. അപ്പോൾ അങ്ങനെയും ഒരു കാര്യം വരുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 31,999 രൂപയാണ്. 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. പിന്നെ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. 12GB RAM 512GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 38,999 രൂപയാണ്. ജൂലൈ 30 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, ബാങ്ക് ഓഫേഴ്സ് ആണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ശരിയാണ്, നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണോ എന്ന് വെച്ചാൽ ടെലിഫോട്ടോ ലെൻസോ അതുപോലെ തന്നെ പെരിസ്കോപ്പ് ലെൻസോ ഒന്നും ഇതിൽ വരുന്നില്ല. അല്ല, ഇത് ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സറും വരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു, ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ ആക്കായിരുന്നു. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എനിക്ക് അത്ര മികച്ചൊരു ഫോണായിട്ട് പേഴ്സണലി തോന്നിയിട്ടില്ല. എന്തായാലും ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.